ഗുഡ് മോർണിംഗ് എല്ലാവർക്കും. വെൽക്കം ടു ഹീലിംഗ് ലൈഫ് ടാരോ. ഓക്കെ, നമ്മുടെ ഡെയിലി റീഡിംഗ് എടുക്കാം നമുക്ക്. ഇന്നത്തെ ദിവസം നിങ്ങളോട് കാർഡ്സ് എന്താണ് പറയുന്നത് നോക്കാം. ഓക്കെ, കാർഡ്സ് നിങ്ങൾക്ക് തരുന്ന മെസ്സേജ്, ഇന്നത്തെ ദിവസം നിങ്ങൾ കേൾക്കേണ്ടത് മെസ്സേജ് എന്താണ്? ഓക്കെ, നമുക്ക് നോക്കാം. ഇന്നത്തെ ദിവസം കാർഡ്സ് നിങ്ങൾക്ക് തരുന്ന മെസ്സേജ് എന്താണ്? ഓക്കെ, 9 of Pentacles, 10 of Wands and 2 of Wands. ഓക്കെ, Ace of Pentacles ഉണ്ട് ഇവിടെ. സ്റ്റാർ, ഗുഡ്. സി, ഇവിടെ ഇപ്പോൾ നിങ്ങൾ ആക്ച്വലി ഐ തിങ്ക് നിങ്ങളുടെ കാര്യങ്ങൾ എല്ലാം നല്ല രീതിക്കാണ് നടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. ഓക്കെ, നിങ്ങൾക്കിപ്പോൾ ഒരു എന്താ പറയുക, ഫൈനാൻഷ്യലി നിങ്ങൾ ഓക്കെ ആണ്, വെൽ ഓഫ് ആണ്. വെൽ ഓഫ് ഇൻ ദ സെൻസ്, ഓക്കെ, ഞാൻ ഭയങ്കര റിച്ച് എന്നറിയാം അങ്ങനെയൊന്നുമല്ല പറയുന്നത്. പക്ഷേ നിങ്ങളുടെ കാര്യങ്ങൾ നടന്നു പോകുന്ന രീതിയിൽ ഇപ്പോൾ നിങ്ങൾക്ക് അറ്റ്ലീസ്റ്റ് ഒരു ഏണിംഗ് വരുന്നുണ്ട്. നിങ്ങൾ ഇൻഡിപെൻഡൻ്റ് ആയിട്ട് നിൽക്കുന്നതായിട്ട് എനിക്ക് കാണുന്നുണ്ട്. നിങ്ങൾക്ക് ആരും ഡിപ്പെൻഡ് ചെയ്യേണ്ടി വരില്ല. ഓക്കെ, അങ്ങനെ ഒരു ലെവലാണ് എനിക്ക് കാണുന്നത്. അല്ലെങ്കിൽ നിങ്ങളിത് ആഗ്രഹിക്കുന്നുണ്ടാവാം. ഓക്കെ, യെസ്, ഓക്കെ, സോറി, ഇത് നിങ്ങളുടെ ഒരു ആഗ്രഹമാണ് എന്നാണ് എനിക്ക് തോന്നുന്നത്. ഓക്കെ, നിങ്ങൾ ഒരു വിഷ് നിങ്ങളുടെ ഉള്ളിലുണ്ട് ഇങ്ങനെ ഇൻഡിപെൻഡൻ്റ് ആവാൻ, അതായത് ഫൈനാൻഷ്യലി അറ്റ്ലീസ്റ്റ് ആരെയും ഡിപ്പെൻഡ് ചെയ്യാതിരിക്കാൻ, ആരോടും നമ്മൾ പറയില്ല ഒന്ന് ചോദിക്കേണ്ടി വരാതിരിക്കുക, എനിക്ക് ആവശ്യമുള്ളത് എൻ്റെ കയ്യിൽ ഉണ്ടാവുക, അറ്റ്ലീസ്റ്റ് അത്രയെങ്കിലും അല്ലേ, സ്വന്തമായിട്ട് നമുക്ക് സ്വന്തം കാലിൽ നിൽക്കാൻ പറ്റുക, അങ്ങനെ ഒരു ഏണിങ് വരാം, അങ്ങനെ ഒരു കംഫർട്ടബിൾ ലൈഫ് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട്. ആൻഡ് അത് നിങ്ങളുടെ ഒരു വിഷായിരിക്കും നിങ്ങളുടെ മനസ്സിൽ. പക്ഷേ ഇവിടെ നിങ്ങൾ അതിനു വേണ്ടി ഒരുപാട് ശ്രമിച്ചിട്ടുണ്ടാവും. ഓക്കെ, ഒരുപാട് ശ്രമിക്കുന്നുണ്ട്. ഇവിടെ ഓവർ വർക്ക്ഡ് ആയിട്ട് എനിക്ക് കാണുന്നത്, സ്ട്രെസ്ഡ് ആയിട്ട് എനിക്ക് കാണുന്നുണ്ട്. ചിലപ്പോൾ ഈ ഒരു സിറ്റുവേഷൻ എത്താൻ വേണ്ടിയിട്ടുള്ള ശ്രമമായിരിക്കാം. ഓക്കെ, അല്ലെങ്കിൽ അത് മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ശ്രമമായിരിക്കാം. നിങ്ങൾ ഒരുപാട് ഓവർ വർക്ക്ഡ് ആയിട്ട് ഇപ്പോൾ കാണുന്നുണ്ട്. അതായത് നിങ്ങൾക്കിപ്പോൾ ബേർഡൻസ് ആയിട്ട് ഫീൽ ചെയ്യുന്നുണ്ട്. മേ ബി ഇത് നിങ്ങളുടെ ഈ ഒരു ചിന്ത, ചിലപ്പോൾ ഈ ഒരു ആഗ്രഹം തന്നെ നിങ്ങളുടെ മേലെ ഒരു ബേർഡനായിട്ട് മാറുന്നുണ്ടാവും. ഓക്കെ, അതായത് നമ്മൾ പറയില്ല, ചിലപ്പോൾ നമ്മൾ ആഗ്രഹിച്ചത് ഇനിയും കിട്ടിയില്ല എന്ന് പറയുമ്പോൾ നമ്മുടെ മേലെ തന്നെ അതൊരു പ്രഷറായിട്ട് നമ്മൾ എടുക്കുക. ഓക്കെ, എപ്പോഴാണ് നടക്കുക കാര്യങ്ങൾ, എപ്പോഴാണ് എനിക്കൊന്ന് ഇതാവുക എന്ന് ചിന്തിച്ച് നമ്മൾ കൂടുതൽ കാര്യങ്ങളും ഒക്കെ അതുപോലെ ചിലപ്പോൾ നിങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ടാവും. ചിലപ്പോൾ അതൊക്കെ ആലോചിച്ചിട്ടുമായിരിക്കാം ഒരുപാട് ബേർഡൻസ് നിങ്ങളുടെ മേലെ ഉണ്ട് എന്ന രീതിക്ക് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. സോ ഐ തിങ്ക് ഇപ്പോൾ നിങ്ങൾക്ക് താങ്ങാൻ പറ്റാത്ത ഒരു അവസ്ഥയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. മേ ബി ഫൈനാൻഷ്യലി, അല്ലെങ്കിൽ വീട്ടിലെ ഫാമിലിയുടെ കാര്യങ്ങളിൽ, അല്ലെങ്കിൽ യുനോ അങ്ങനെ ഒരു ഓവർ വർക്ക്ഡ്, മേ ബി ജോലിയിൽ തന്നെ നിങ്ങൾ ഒരുപാട് വർക്ക് ചെയ്യുന്നുണ്ട്. പക്ഷേ അതിൻ്റെ ഒരു ബെനിഫിറ്റ് നിങ്ങൾക്ക് കിട്ടുന്നില്ല. അങ്ങനെയൊക്കെ ആയിരിക്കാം. ഇവിടെ ഓവർ വർക്ക്ഡ് ആയിട്ട് എന്ന് പറയുന്നുണ്ട്, സ്ട്രെസ്ഡ് ആയിട്ട് കാണുന്നുണ്ട്. നിങ്ങളിപ്പോൾ ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഈ 10 of Wands നമ്മൾ പറയാറുള്ളത്, നമ്മൾ ആവശ്യമില്ലാത്ത ബേർഡൻ കൂടി നമ്മുടെ മേലെ എടുക്കുന്നു എന്നാണ് പറയുക. ഓക്കെ, അതായത് ഇപ്പോൾ നിങ്ങൾ ഈ ഒരു ഫൈനാൻഷ്യലി നിങ്ങൾ ഇൻഡിപെൻഡൻ്റ് ആവാൻ ആഗ്രഹിക്കുന്നു. അങ്ങനെയാണെങ്കിൽ അത് തന്നെ ചിലപ്പോൾ നമ്മുടെ ഉള്ളിലൊരു പ്രഷറായിട്ട് വരും. ഞാൻ ഇതെങ്ങനെയെങ്കിലും നേടിയെടുക്കണം, ചെയ്തെടുക്കണം എന്ന് വിചാരിച്ച് നിങ്ങൾ അതിനു വേണ്ടി ഒരുപാട് എഫേർട്ട് ഇടുക, ഒരു മീൻസ് ആവശ്യത്തിലും കൂടുതൽ എഫേർട്ട് ഇടുക. അപ്പോൾ പക്ഷേ എന്താണെന്ന് വെച്ചാൽ അങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ അത് അവസാനം ഒരു ബേർഡനായിട്ട് തന്നെ മാറാൻ തുടങ്ങും. ഓക്കെ, നമുക്കൊരു ഭാരമായിട്ട് തോന്നാൻ തുടങ്ങും. ഈവൻ മറ്റുള്ളവരെ കാര്യങ്ങൾക്ക് ചെയ്തു കൊടുക്കാൻ വേണ്ടിയിട്ടായാലും ശരി. ഓക്കെ, നിങ്ങളത് ഒരുപാട് നമ്മളുടെ മേലെ തന്നെ പ്രഷർ എടുത്തിട്ട് ഞാൻ ചെയ്തേ പറ്റൂ, അല്ലെങ്കിൽ അങ്ങനെയൊക്കെ ചിന്തിച്ച് വരുമ്പോൾ അത് നിങ്ങൾക്ക് അവസാനം ഒരു ഭാരമായിട്ട് മാറാൻ തുടങ്ങും. ഓക്കെ, ഇവിടെ 2 of Wands പറയുന്നുണ്ട്. സോ ഇനി നിങ്ങൾ ആക്ച്വലി ഇവിടെ നിങ്ങളോട് പറയുന്നത്, യൂണിവേഴ്സ് പറയുന്നത്, സ്റ്റാർട്ട് പ്ലാനിങ്. ഓക്കെ, കുറച്ചുകൂടി നിങ്ങൾ പ്ലാനിങ് ആയിട്ട് ചെയ്യാൻ തുടങ്ങാം. ഇവിടെ മേ ബി നിങ്ങൾക്ക് താങ്ങാൻ പറ്റുന്നില്ല എന്ന് പറയുന്നുണ്ടെങ്കിൽ മേ ബി ആ ഒരു പാർട്ട്ണറിൻ്റെ ഹെൽപ്പ് നിങ്ങൾ എടുക്കുക, ആരെങ്കിലും സഹായത്തിന് നിങ്ങളെ കൂടെ കൂട്ടുക. ചില സമയത്ത് നമുക്ക് തനിച്ച് എല്ലാം ചെയ്യാൻ സാധിക്കില്ല. ആക്ച്വലി ഇതിവിടെ ഇൻഡിപെൻഡൻ്റ് എന്ന് പറയുമ്പോൾ നിങ്ങൾ തനിച്ച് എല്ലാം ചെയ്യാൻ ശ്രമിക്കുന്ന പോലെയുമാണ്. അങ്ങനെ നമുക്ക് സാധിക്കില്ല, എപ്പോഴും ഒന്നും സാധിക്കില്ല. ഇപ്പോൾ വീട്ടിലെ കാര്യങ്ങളായാലും ശരി, ജോലി സ്ഥലത്തെ കാര്യങ്ങളായാലും ശരി, എന്തിലായാലും ഓക്കെ, നിങ്ങൾക്ക് ഒരു ഭാരം, നിങ്ങൾക്ക് എപ്പോഴും അത് നമ്മൾ തനിച്ച് ചെയ്യുന്തോറും ചിലപ്പോൾ സാധിക്കാതെ വരും. ഓക്കെ, ഒരാളുടെ ഹെൽപ്പ് നമുക്ക് ചിലപ്പോൾ വേണ്ടി വരും. അല്ലെങ്കിൽ മറ്റുള്ളവരോടുകൂടി നമ്മൾ ചിലപ്പോൾ പറയേണ്ടി വരും, തെറ്റില്ല, എനിക്ക് ഹെൽപ്പ് ആവശ്യമുണ്ട് എന്ന് പറയേണ്ടി വരും. അല്ലെങ്കിൽ എന്നെ കൊണ്ട് ഒറ്റയ്ക്ക് പറ്റുന്നില്ല, അല്ലെങ്കിൽ എനിക്ക് ഇത്രത്തോളം ചെയ്യാൻ സാധിക്കില്ല, എനിക്കിത്ര ഇതിലും എനിക്ക് പറ്റുന്നത് ഞാൻ ചെയ്യാം, പക്ഷേ ഇത്രത്തോളം എനിക്ക് ഏറ്റെടുക്കാൻ പറ്റില്ല എന്നൊക്കെ ചിലപ്പോൾ ഒന്ന് അവിടെ പറയേണ്ടി വരും. കാരണം നിങ്ങളുടെ ആരോഗ്യം വരെ ബാധിക്കുകയാണ്, നിങ്ങൾ സ്ട്രെസ്ഡ് ആയി പോവുകയാണ്. പിന്നെ എന്താ കാര്യം അല്ലേ? നമ്മൾ ആ തളർന്ന് നിങ്ങൾ വീണ് കഴിഞ്ഞാൽ പിന്നെ നിങ്ങളുടെ ആഗ്രഹം ഒന്നും നടക്കാൻ പോകുന്നില്ല. നിങ്ങൾ മറ്റുള്ളവർക്ക് വേണ്ടി ചെയ്യുകയാണെങ്കിൽ പോലും അതുപോലും നടക്കാൻ പോകുന്നില്ല. സോ ഇവിടെ യൂണിവേഴ്സ് പറയുന്നത് നിങ്ങളോടൊരു പാർട്ട്ണർ എന്ന് മാത്രമല്ല, ആരോടെങ്കിലും ഹെൽപ്പ് ചോദിക്കുക. ഓക്കെ, മേ ബി അല്ലെങ്കിൽ നല്ല രീതിക്ക് പ്ലാനിങ് ചെയ്യാൻ ശ്രമിക്കുക. കുറച്ചുകൂടി പ്ലാനിങ്ങും കാര്യങ്ങളും ചെയ്യുക. എങ്ങനെയാണ് വർക്ക് ഫിനിഷ് ചെയ്യേണ്ടത്, എങ്ങനെയാണ് കാര്യങ്ങൾ മുന്നോട്ട് ചെയ്യേണ്ടത് എന്ന് നല്ലോണം ഒന്ന് പ്ലാൻ ചെയ്യുക. നിങ്ങൾക്ക് പറ്റുന്നത് മാത്രം നിങ്ങളുടെ മേലെ എടുക്കുക. അല്ലാത്തത് നിങ്ങൾ മറ്റുള്ളവർക്ക് കൂടി ഒന്ന് നമ്മൾ പറയില്ലേ ഡെലിഗേറ്റ് എന്ന് പറയും. അതായത് ജോലി സ്ഥലത്തൊക്കെ ആണെങ്കിൽ നിങ്ങൾ ഒരുപാട് ചിലപ്പോൾ നിങ്ങളുടെ മേലെ തന്നെ എടുക്കുന്നുണ്ടാവും, ഞാനത് കംപ്ലീറ്റ് ചെയ്യണം അല്ലെങ്കിൽ ചെയ്ത് അങ്ങനെ എന്നൊക്കെ നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാവാം. സോ ഇവിടെ യൂണിവേഴ്സ് പറയുന്നത് നിങ്ങളൊരു ഹെൽപ്പ് എടുക്കൂ. ഓക്കെ, അല്ലെങ്കിൽ മറ്റുള്ളവരോട് പറയൂ, നിങ്ങൾക്ക് എത്രത്തോളം നോ എന്ന് പറയാൻ പഠിക്കുക. അതാണ് മെയിനായിട്ട്. ചില സമയത്ത് നമ്മൾ നോ എന്ന് പറയാൻ പഠിക്കണം. പിന്നെ അല്ലെങ്കിൽ
ഭാരങ്ങൾ നിങ്ങളുടെ മേലെ ഉണ്ടെങ്കിൽ ചിലത് ആക്ച്വലി നിങ്ങളുടെ ഏറ്റെടുക്കേണ്ട കാര്യം ഉണ്ടാവില്ല, മറ്റുള്ളവർക്ക് കൂടി ചെയ്യാനുള്ളത് ഉണ്ടാവും, നിങ്ങളത് വിട്ടുകൊടുക്കില്ല ചില സമയത്ത്. കാരണം നിങ്ങൾക്ക് തോന്നുന്നത് ഞാൻ ചെയ്തില്ലെങ്കിൽ അത് ശരിയല്ല എന്ന രീതിക്ക് നിങ്ങളുടെ ഉള്ളിൽ ഒരു കുറ്റബോധം വരുന്നുണ്ടാവും. ഓക്കെ, അതുകൊണ്ടാണ്. ബട്ട് ഇവിടെ ഇതൊക്കെ താങ്ങാൻ പറ്റാതെ ആയിക്കഴിഞ്ഞാൽ ഒന്നും നടക്കാൻ പോകുന്നില്ല. സോ കുറച്ചൊക്കെ മറ്റുള്ളവരോട് കൂടി ഷെയർ ചെയ്യുക, വേറൊരു പാർട്ട്ണറോ അല്ലെങ്കിൽ ആരോടെങ്കിലും വീട്ടിലുള്ളവരോട്. ചിലപ്പോൾ ഒരു വർക്ക് നമ്മൾ വീട്ടിൽ കാര്യങ്ങൾ എന്നെല്ലാവരും ഷെയർ ചെയ്ത് ചെയ്യാൻ ശ്രമിക്കുക, എല്ലാവരെയും കൂടെ കൂട്ടുക. അതൊക്കെ അതിനൊക്കെ പക്ഷേ എന്താണ് നമ്മൾ പറയണം അല്ലേ, ആ പറയാനുള്ള പ്രശ്നമാണ് ഇവിടെ. സോ നിങ്ങൾ എന്ത് ചെയ്യും, എല്ലാം തനിച്ച് ചെയ്യാൻ ശ്രമിക്കുക. സോ അങ്ങനെ ചെയ്യരുത്. ഓഫീസിലായാലും ശരി, ഓക്കെ, നിങ്ങളുടെ മേലെ ഒരുപാട് വർക്ക് വരുന്നു, നിങ്ങൾക്ക് താങ്ങാൻ പറ്റുന്നത് നിങ്ങളുടെ വർക്ക് തന്നെ നിങ്ങൾ തീർത്തിട്ടില്ല, പിന്നെ വേറെ ആൾക്കാരുടെ വർക്കും കൂടി നിങ്ങൾ മേലെടുത്ത് എങ്ങനെ ഉണ്ടാവും? സോ അതൊക്കെ നിങ്ങൾ എനിക്ക് പറ്റില്ല എന്ന് പറയുന്നതിൽ തെറ്റില്ല. ഓക്കെ, സോ ഇവിടെ അഗൈൻ നിങ്ങൾക്ക് ഫൈനാൻഷ്യലി അബണ്ടൻസ് ഒക്കെ വരുന്നുണ്ട്, എല്ലാം ഉണ്ട്. പുതിയ ഓപ്പർച്യൂണിറ്റീസ് വരുന്നുണ്ട്. അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഫൈനാൻഷ്യലി ബേർഡൻ ഉണ്ടെങ്കിൽ തന്നെ അതിനുള്ള വഴികൾ നിങ്ങൾക്ക് കിട്ടും. ഏണിങ്ങിനുള്ള പൊട്ടൻഷ്യൽ നിങ്ങൾക്കുണ്ട്, വരും. ഏതെങ്കിലും വഴിക്ക് നിങ്ങൾക്ക് ഒരു ഏണിങ്ങിനുള്ള വഴികളൊക്കെ നിങ്ങൾക്ക് കിട്ടും. ഇവിടെ പ്രതീക്ഷയുണ്ട്, ഹോപ്പ് ഉണ്ട് എന്നാണ് പറയുന്നത്. സോ ഓക്കെ, ഇവിടെ നിങ്ങളോട് പക്ഷേ ഇപ്പോൾ നിങ്ങൾ ഈ ഇങ്ങനെ ബേർഡൻ ഫീൽ ചെയ്യാൻ തുടങ്ങുമ്പോൾ ഓക്കെ, നിങ്ങൾ മനസ്സിലാക്കുക ദാറ്റ് അത് നിങ്ങൾ അവസാനം പൊട്ടി തകർന്നു കഴിഞ്ഞാൽ പിന്നെ ഒന്നും ശരിയാവില്ല. സോ അതിന് മുമ്പേ നിങ്ങൾ കാര്യങ്ങളൊന്ന് മനസ്സിലാക്കി ഹാൻഡിൽ ചെയ്യാൻ തുടങ്ങാം. ഓക്കെ, നിങ്ങൾക്ക് വേണ്ടതൊക്കെ വരും, ഡോണ്ട് വറി. ഓക്കെ, ഇവിടെ ഏസ് ഓഫ് പെന്റിക്കിൾസ് നമുക്ക് ഏറ്റവും ബെസ്റ്റ് കാർഡാണ്. അബണ്ടൻസ്, ഓപ്പർച്യൂണിറ്റി, റിസോഴ്സസ്. ഓക്കെ, നിങ്ങൾക്ക് എല്ലാം ഉണ്ട്. ഇവിടെ പ്രതീക്ഷയുണ്ട്, ഹോപ്പ് ഉണ്ട്, സ്റ്റാർ കാർഡ് ഉണ്ട്, എല്ലാം ഉണ്ട്. നിങ്ങൾക്ക് എല്ലാം വരും, നിങ്ങൾ ആഗ്രഹിക്കുന്ന എല്ലാം നടക്കും. പക്ഷേ അത് നിങ്ങളുടെ മേലെ ഭാരമായിട്ടൊക്കെ എടുത്തു കഴിഞ്ഞാൽ ആ ഉള്ളതും കൂടി ഇല്ലാതെയാവും. സോ സൂക്ഷിക്കാം. ഓക്കെ, സോ വാർണിംഗ് ആണ്. പിന്നെ ചില കാര്യങ്ങൾ നടന്നില്ല എന്ന് വിചാരിച്ച് അവനവനെ നിങ്ങൾ കുറ്റപ്പെടുത്തരുത്, നിങ്ങൾ സ്ട്രെസ് ചെയ്യരുത്. ഓക്കെ, ചിലപ്പോൾ നിങ്ങൾ ഒറ്റയ്ക്ക് ശ്രമിക്കുമ്പോൾ ആവില്ല അല്ലേ. അപ്പം അതൊക്കെയാണ് പറയുന്നത്. ഒരുപാട് നിങ്ങൾ അവനവൻ്റെ മേലൊരു ഇതെടുക്കുന്നുണ്ട്. എനിവേ, പീസ്, സമാധാനം. ഓക്കെ, ആൻഡ് ദ പാത്ത്. ചെറിയ ചെറിയ റീഡിങ്സ് ആയിട്ട് എടുക്കുന്നതുകൊണ്ട് ഞാൻ അധികം ഓക്കെ, ആൻഡ് എക്സ്ട്രീം ആണിത്. ഓക്കെ, എക്സ്ട്രീം ആൻഡ് പ്ലെഷർ. ഓക്കെ, സന്തോഷം, ഹാപ്പിനെസ് എല്ലാം ഇവിടെ കാണുന്നുണ്ട്. നിങ്ങൾക്ക് സന്തോഷങ്ങൾ വരും എന്ന രീതിക്കാണ്. എക്സ്ട്രീം എന്ന് പറയുമ്പോൾ ഇത് ആക്ച്വലി നമ്മുടെ മൂണിൻ്റെ ആണ്. ഞാനത് മറക്കേണ്ടി വരും കേട്ടോ. പിക്ചർ ഞാൻ ഒന്ന് മറച്ചു വിടും. ലേഡി അല്ല എന്നാലും ഓക്കെ, നമുക്ക് മറച്ചു വിട്ടേക്കാം. ഇവിടെ നിങ്ങളോട് പറയുന്ന സമാധാനമായിട്ടിരിക്കുക. ഓക്കെ, കാമായിട്ട് സിറ്റുവേഷൻസിനെ ഹാൻഡിൽ ചെയ്യാൻ ശ്രമിക്കുക. നിങ്ങൾ ഒരുപാട് സ്ട്രെസ്ഡ് ആവുന്നുണ്ടെങ്കിൽ ഒന്ന് അവനവനെ ആദ്യം ശാന്തമാക്കി കൊണ്ടുവരൂ. ഓക്കെ, പീസ്ഫുൾ മെഡിറ്റേഷൻ അങ്ങനത്തെ കാര്യങ്ങൾ, അല്ലെങ്കിൽ ജസ്റ്റ് ഒന്ന് ബ്രീത്ത് ചെയ്യുന്ന, ഒന്ന് സമാധാനമായിട്ടൊന്ന് ഇരിക്കാൻ ശ്രമിക്കൂ എന്നാണ് പറയുന്നത്. എന്നിട്ട് കാര്യങ്ങൾ ചെയ്യൂ. ഓക്കെ, സോറി ഇത് ഓക്കെ, ഇവിടെ ദ പാത്ത് ഉണ്ട്. നിങ്ങളുടെ മുമ്പിൽ പുതിയ വഴികൾ ഓപ്പൺ ആയിട്ട് വരും, നിങ്ങൾക്ക് ഓപ്പർച്യൂണിറ്റീസ് കിട്ടും. ഓക്കെ, പക്ഷെ എന്താ, നിങ്ങൾ ഈ സ്ട്രെസ്ഡ് ആയി കഴിഞ്ഞാൽ വരുന്ന ഓപ്പർച്യൂണിറ്റി പോലും നിങ്ങൾ കാണില്ല, തിരിച്ചറിഞ്ഞൊന്നും വരില്ല. ഓക്കെ, സോ ഇവിടെ നിങ്ങളോട് പറയുന്ന ട്രസ്റ്റ് ദ യൂണിവേഴ്സ് ഫസ്റ്റ് ഓഫ് ഓൾ. ഓക്കെ, നിങ്ങളുടെ മുമ്പിൽ ഓപ്പർച്യൂണിറ്റീസ് നിങ്ങൾക്ക് വന്നിരിക്കും, ഉറപ്പാണ്. ഓക്കെ, പിന്നെ നമ്മൾ ഓരോ കാര്യങ്ങളും ചെയ്തു പോകുമ്പോൾ നമ്മുടെ ഒരു ജേണിയാണ് അല്ലേ. സോ അതുകൊണ്ട് തന്നെ അതിൽ കുറച്ച് കഷ്ടങ്ങളുണ്ടാവും, കുറച്ച് ടെൻഷൻ ഉണ്ടാവും, എല്ലാം ഉണ്ടാവും. ഓക്കെ, പക്ഷെ മുന്നോട്ട് നിങ്ങൾക്ക് വേറെ നല്ലത് വരാനുണ്ട് എന്ന രീതിക്ക് മനസ്സിലാക്കാം. ഞാനിവിടെ ഹോട്ട് മൂൺ എക്സ്ട്രീംസ് പറയുമ്പോൾ ഇത് നിങ്ങൾ ബോഡി പെയിൻ അനുഭവിക്കുക. ഓക്കെ, ബോഡി പെയിൻ ആവുക, അല്ലെങ്കിൽ ബോഡി ചിലപ്പോൾ ഹോട്ട് ഫ്ലാഷസ് വരിക, ലേഡീസൊക്കെ ആണെങ്കിൽ പ്രത്യേകിച്ചും ഹോട്ട് ഫ്ലാഷസ് വരിക, അതായത് നിങ്ങൾക്ക് ചൂടായി കൂടുതൽ ബോഡി ഹീറ്റായിട്ടൊക്കെ തോന്നുക, അതൊക്കെ നിങ്ങളുടെ സ്ട്രെസ്സൊക്കെ കൊണ്ടുവരുന്നതാണ്. ഓക്കെ, എൻ്റെ ഇവിടെ ആക്ച്വലി ഒരു നെക്ക് പിടിച്ചിരിക്കുന്നതായിട്ട് കാണിക്കുന്നുണ്ട്. സോ നെക്ക് പെയിൻ, നിങ്ങൾക്ക് നെക്ക് പെയിൻ, ബോഡി പെയിൻ അതൊക്കെ ഫീൽ ചെയ്യുന്നുണ്ടാവും. ഓക്കെ, അതൊക്കെ ഓവർ വർക്ക്ഡ് സ്ട്രെസ്. ഞാൻ ആക്ച്വലി നെക്കിൻ്റെ അവിടെ പെയിൻ വരുന്നത് തന്നെ നമ്മൾ ബേർഡൻ്റെ ആണ് പറയുക, ഭാരങ്ങളുടെ. അതും ഭാരങ്ങൾ എന്ന് പറയുമ്പോൾ നമ്മൾ വെയിറ്റ് എടുത്ത് നടക്കണമെന്നല്ല അർത്ഥം. ഓക്കെ, നിങ്ങൾ ശരിക്കും നിങ്ങളുടെ മേലെ ഒരുപാട് റെസ്പോൺസിബിലിറ്റി, മറ്റുള്ളവരുടെ റെസ്പോൺസിബിലിറ്റി, ജോലിയുടെ റെസ്പോൺസിബിലിറ്റി ഒക്കെ നിങ്ങളുടെ മേലെ ശരിക്കും പറ്റാത്തത് കൂടി നിങ്ങളെടുത്ത് താങ്ങി നടക്കുന്നുണ്ട് എന്നാണ് അർത്ഥം. ഓക്കെ, അങ്ങനെ ചെയ്യുന്നത് കൊണ്ടാണ് ശരിക്കും ഈ നെക്ക് പെയിൻ നമ്മുടെ വരുന്നുണ്ടെങ്കിൽ, നിങ്ങൾക്ക് നെക്കും ബാക്കും ഒക്കെ നിങ്ങൾക്ക് സ്റ്റിഫായിട്ടൊക്കെ ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ അതുകൊണ്ടാണ്, മെയിനായിട്ട് അതാണ്. ഓക്കെ, ഞാൻ വെറുതെ പറയുന്നില്ല കേട്ടോ, നിങ്ങൾ റിസർച്ച് ചെയ്ത് നോക്കാം. ഓക്കെ, സോ അതിവിടെ വരുന്നതായിട്ട് കാണുന്നുണ്ട്. സോ അഗൈൻ ഓവർ വർക്ക്ഡ്, സ്ട്രെസ്ഡ്, നമ്മൾ പറഞ്ഞിരുന്നു ഭാരങ്ങൾ താങ്ങിയിട്ട്. സോ നിങ്ങൾക്ക് അത് ഒക്കെ ഫീൽ ചെയ്യും. അത് ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ ഓക്കെ, നിങ്ങൾ റിലാക്സ് ചെയ്യുക. ഓക്കെ, കുറച്ചൊക്കെ നിങ്ങൾ സമാധാനമായിട്ട് ഇരിക്കാൻ ശ്രമിക്കുക. നിങ്ങളുടെ മുമ്പിൽ ന്യൂ വഴികൾ ഓപ്പൺ ആയിട്ട് വരും, നിങ്ങൾക്ക് ഗ്രോത്ത് ഉണ്ടാവും എന്നൊക്കെയാണ് പറയുന്നത്. ഓക്കെ, സോ ഒന്ന് റിലാക്സ് ചെയ്തിട്ട് കാര്യങ്ങൾ ചിന്തിച്ച് ഓക്കെ, മേ ബി നിങ്ങൾക്ക് ആരുടെയും ഹെൽപ്പും കൂടി എടുക്കേണ്ടി വരും. സോ അതൊക്കെ ചെയ്ത് മുന്നോട്ട് കാര്യങ്ങൾ നിങ്ങൾക്ക് ചെയ്യാൻ സാധിക്കും. ഓക്കെ, സോ ബി പോസിറ്റീവ്. എല്ലാവർക്കും നല്ലൊരു ദിവസമായിരിക്കട്ടെ. നന്ദി, നമസ്കാരം.